കേരളത്തിൻ്റെ പ്രിയപ്പെട്ട VSന് നാട് ഹൃദയം കൊണ്ട് യാത്ര നൽകുന്ന കാഴ്ചയാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. ദേശീയപാത 66-ൻ്റെ രണ്ട് സൈഡുകളിലും നൂറുകണക്കിന് മനുഷ്യരാണ് തങ്ങളുടെ പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാവ് VS അച്യുതാനന്ദനെ ഒരു നോക്ക് കാണാൻ കാത്തു നിൽക്കുന്നത്. ഈ മനുഷ്യരുടെ ജീവിതത്തിൻ്റെ ക്രമത്തെ മാറ്റിമറിച്ച ഒരു മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ മഹത്തായ നേതാവിൻ്റെ അന്ത്യയാത്രയിൽ തങ്ങൾ കൂടി ഭാഗമാകണമെന്ന നിർബന്ധ ബുദ്ധിയിൽ ഓരോ മനുഷ്യനും എത്രയോ മണിക്കൂറായി ഈ വഴിയോരങ്ങളിൽ കാത്തു നിൽക്കുകയാണ് പ്രിയപ്പെട്ട VSനെ ഒരു നോക്ക് കാണാൻ. കണ്ണേ കരളെ VS, ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂ, പുന്നപ്പറയുടെ മണിമുത്തേ എന്നൊക്കെയുള്ള മുദ്രാവാക്യങ്ങൾ കഴിഞ്ഞ 2 ദിവസമായി എങ്ങും മുഴങ്ങി കേൾക്കുകയാണ്. ഈ മനുഷ്യൻ്റെ സാധാരണപ്പെട്ട മനുഷ്യൻ്റെ ജീവിതക്രമത്തെ മാറ്റിമറിക്കാൻ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ സ്നേഹാദരവിൻ്റെ അടിസ്ഥാന ഘടകം എന്നുള്ള യാഥാർത്ഥ്യം നിൽക്കുന്നുണ്ട്. ഒരു കാലത്ത് അടിമ ജീവിതം നയിച്ചിരുന്ന ബഹുഭൂരിപക്ഷം മനുഷ്യനെ നിവർന്നു നിൽക്കാൻ പഠിപ്പിച്ച, നെഞ്ച് വിരിച്ച് നിൽക്കാൻ പഠിപ്പിച്ച, തങ്ങൾ ചെയ്യുന്ന ജോലിക്ക് കൂലി ചോദിക്കാൻ പഠിപ്പിച്ച പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ് കടന്നു വരുന്നത് എന്നുള്ള തിരിച്ചറിവാണ് ഈ മനുഷ്യനോടുള്ള ഹൃദയബന്ധത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്നുള്ളതാണ്. തങ്ങൾക്ക് മനുഷ്യരെ പോലെ ജീവിക്കാൻ ഒരവസരമൊരുക്കി തന്ന പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വമാണ്, നേതാവാണ് VS എന്ന ഉറച്ച ബോധ്യമാണ് തലമുറ വ്യത്യാസമില്ലാതെ ഈ മനുഷ്യർ വഴിയോരങ്ങളിൽ VSനെ കാത്തു നിൽക്കുന്നത്. ഇപ്പോൾ രാജ്കുമാർ ചേരുകയാണ് പാരിപ്പള്ളിയിൽ നിന്ന്. രാജ്കുമാർ, തൊഴിലാളികളുടെ അടിസ്ഥാന വർഗത്തിന്റെ മണ്ണിലേക്ക് VS എത്താൻ പോവുകയാണ്. ആയിരങ്ങളാണ് അവിടെ വൈകിട്ട് ഏതാണ്ട് 5 മണി മുതൽ കാത്തു നിൽക്കുന്നത്. രാജ്കുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗം S ജയമോഹൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. കശുവണ്ടി മേഖലയിലെ തൊഴിലാളികൾ എന്നും ആ തൊഴിലാളികളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഒരു നേതാവ് കൂടിയായിരുന്നു സഖാവ് VS അച്യുതാനന്ദൻ. VS എന്ന് പറഞ്ഞാൽ ബി സല്യൂട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ പാരിപ്പള്ളിയിൽ ഇപ്പോൾ കൊല്ലത്തുള്ള മുഴുവനും സഖാക്കൾ കണ്ണു ചിമ്മാതെ നോക്കി നിൽക്കുകയാണ്. ആ അവസാനത്തെ ആ അന്ത്യയാത്രയ്ക്ക് ഒപ്പം കൂടുന്നതിനും ഒപ്പം തന്നെ യാത്രാമൊഴിയേകുന്നതിനും അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിനും. സഖാവെ, എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത് VSനെ? വേണാടിൻ്റെ തലസ്ഥാനമായിരുന്ന കൊല്ലം ജില്ലയുടെ ഭാഗമായിരുന്നു ആലപ്പുഴയും ഇന്നത്തെ പത്തനംതിട്ട ജില്ലയും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി നമ്മുടെ ജില്ലയിൽ ഉജ്ജ്വലമായ നേതൃത്വം നൽകിയ നേതാവാണ് സഖാവ് VSന് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി 50 കിലോമീറ്റർ ദൂരം വരുന്ന ദേശീയപാതയിൽ 8 കേന്ദ്രങ്ങളിലാണ് ജനങ്ങൾ തടിച്ചുകൂടിയിട്ടുള്ളത്. ഒരു അസാധാരണമായ ജനമുന്നേറ്റമാണ് കൊല്ലം ജില്ലയിലുണ്ടായിട്ടുള്ളത്. ജീവിതത്തിൻ്റെ നാനാ തുറയിലുള്ള ആളുകൾ 4 മണി മുതൽ തന്നെ തടിച്ചുകൂടുകയാണ്. എത്ര രാത്രിയായാലും VSന് അന്ത്യാഞ്ജലി അർപ്പിച്ചതിന് ശേഷം മാത്രമേ പിരിഞ്ഞു പോകൂ എന്ന നിലയിൽ അമ്മമാരും സഹോദരിമാരും കുട്ടികളടക്കം ദേശീയപാതയിൽ 2 ഭാഗത്തായി അണിനിരന്നിരിക്കുകയാണ് കൊല്ലം ജില്ലയിൽ. ഇവിടെ കശുവണ്ടി തൊഴിലാളികൾ, അതായത് പരമ്പരാഗത തൊഴിലാളികളുടെ ഈറ്റില്ലം കൂടിയാണ് കൊല്ലം ജില്ല. ആ കൊല്ലം ജില്ലയിലേക്കാണ് ആ തൊഴിലാളികളെ ഏറെ സ്നേഹിച്ച VS കടന്നു വരുന്നത്. ജില്ലയിൽ നടന്ന തൊഴിലാളി സമരങ്ങളിൽ ഉജ്ജ്വലമായ നേതൃത്വമാണ് സഖാവ് VS നടത്തിയിട്ടുള്ളത്. 86-ലെ പൂർണ്ണ DA നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഉജ്ജ്വലമായ കശുവണ്ടി തൊഴിലാളി സമരം, അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിയ VS കയർ തൊഴിലാളികളുടെയും തോട്ടം തൊഴിലാളികളുടെയും അതുപോലെ ജില്ലയിലെ കർഷക തൊഴിലാളികളുടെയും ഉന്നമനത്തിന് അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഉജ്ജ്വലമായ നേതൃത്വം നൽകിയ സമര നേതാവിന് എല്ലാ ആദരാഞ്ജലികളും അർപ്പിക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ദേശീയപാതയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. അതായത് സഹകരണ മേഖലയിൽ ഒരു ആശുപത്രി വേണമെന്നുള്ള ഒരു ആശയം നിർദ്ദേശിച്ചത് തന്നെ സഖാവ് VS ആണെന്നാണ് പറഞ്ഞത്. എന്തായിരുന്നു അത്? സഖാവ് VS അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി ജീവിതകാലം മുഴുവൻ പോരാടിയ, നമുക്കെന്നും നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാൻ കഴിയുന്നതും മാതൃകയാക്കാൻ കഴിയുന്നതുമായ ഒരു ഉജ്ജ്വലനായ തൊഴിലാളി വർഗ നേതാവ് തന്നെയായിരുന്നു സഖാവ് VS. സഖാവ് VS ആ പോരാട്ടങ്ങൾ നടത്തുമ്പോൾ തന്നെ
പാവപ്പെട്ട ആളുകൾക്കും സാധാരണക്കാരായ ആളുകൾക്കുമെല്ലാം ഗുണം ചെയ്യുന്ന രൂപത്തിൽ തൊഴിലും അതുപോലൊപ്പം തന്നെ ചികിത്സ മറ്റു കാര്യങ്ങളെല്ലാം ലഭിക്കുന്നതിന് വേണ്ടി നിരവധി സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടി ഭാവനാപൂർവമായ കാഴ്ചപ്പാടോടുകൂടി മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് നൽകിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് കൊല്ലം ജില്ലയിലെ NS ഹോസ്പിറ്റൽ ഉൾപ്പെടെയുള്ള വലിയ സംരംഭങ്ങൾ ആരംഭിക്കാനും അതിന് ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനുമെല്ലാം മറ്റാരെക്കാളും മുൻകൈ എടുത്തത് സഖാവ് VS തന്നെയാണ്. ഇപ്പോൾ കാഷ്യൂ കോർപ്പറേഷൻ്റെ തലവൻ കൂടിയാണ്. ഇപ്പോൾ കശുവണ്ടി മേഖലയിൽ ആ തൊഴിലാളികളെ ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ കരുത്താണ് എന്നും തൊഴിലാളികൾ എന്ന് പറയും. തൊഴിലാളികളില്ലെങ്കിൽ ഇടതുപക്ഷമില്ല. പക്ഷെ ആ മേഖലയ്ക്ക് വേണ്ടി VSൻ്റെ ഒരു ഏതൊക്കെ തരത്തിലായിരുന്നു ആ പോരാട്ടം? കടുത്ത ചൂഷണത്തിന് ഇരയായിക്കൊണ്ടിരുന്ന ഒരു വിഭാഗം തൊഴിലാളികളായിരുന്നു കശുവണ്ടി തൊഴിലാളികൾ. ആദ്യകാലങ്ങൾ അവരെ പലതരത്തിൽ മുതലാളിമാരായിട്ടുള്ള ആളുകൾ ചൂഷണം ചെയ്യുന്നതിനെതിരെ സഖാവ് P. കൃഷ്ണപിള്ള ചുമതലപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആലപ്പുഴയിൽ നിന്നും കയർ സമരത്തിൽ പങ്കെടുത്ത അനുഭവങ്ങളുമായി നിരവധി നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ കൊല്ലത്ത് വരികയും കശുവണ്ടി തൊഴിലാളികളുടെ നീതിക്കും ന്യായത്തിനും അവരെ ചൂഷണം ചെയ്യുന്ന അവസാനിപ്പിക്കുന്നതിനുമായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ സന്ദർഭത്തിൽ സഖാവ് P. കൃഷ്ണപിള്ളയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് സഖാവ് VS ആ കാര്യത്തിൽ സുപ്രധാനമായിട്ടുള്ള പങ്ക് നിർവഹിച്ചിട്ടുണ്ട്. കൊല്ലം ജില്ലയിൽ തന്നെ നടന്ന DA വെട്ടിപ്പിനെതിരായി മിനിമം കൂലി നൽകാതിരിക്കുന്നതിനെതിരായി ദീർഘകാലമായി നടന്ന പോരാട്ടങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകാനും അത് പര്യവസാനിപ്പിക്കുന്നതിനുമെല്ലാമായി എപ്പോഴും നേതൃത്വം നൽകിയ ഏറ്റവും ഉന്നതനായ നേതാവ് സഖാവ് VS തന്നെയായിരുന്നു എന്നുള്ളത് തൊഴിലാളികൾ മനസ്സിൽ സൂക്ഷിക്കുന്നു. അതുകൊണ്ടാണ് എത്ര വൈകിയാലും സഖാവ് VSനെ ഒരു നോക്ക് കണ്ടേ മടങ്ങൂ എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് 10,000-കണക്കിന് തൊഴിലാളികൾ സഖാവ് VSൻ്റെ വരവ് കാത്ത് പാരിപ്പള്ളി മുതൽ ഓച്ചറ വഴി പാതയോരങ്ങളിൽ ഇന്ന് 5 മണി മുതൽ തന്നെ കാത്തു നിൽക്കുന്ന ആവേശകരമായിട്ടുള്ള ഒരു അനുഭവമാണ് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. അതായത് സഖാവ് VS ഇപ്പോൾ കശുവണ്ടി മേഖലയിലെ സമരത്തെക്കുറിച്ച് പറഞ്ഞു. ആ സമരം നടന്ന സമയത്ത് CITUവിൻ്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ശക്തമായ സമരങ്ങൾ എല്ലാ കശുവണ്ടി ഫാക്ടറികളും അടച്ചുപൂട്ടിക്കൊണ്ട് അതിൽ ആ കശുവണ്ടി ഫാക്ടറികൾ തുറന്ന് പ്രവർത്തിപ്പിക്കാൻ UDFൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അന്ന് കശുവണ്ടി തൊഴിലാളികളെ കൈയൊഴിയുന്ന ഒരു ഘട്ടമായിരുന്നു. ആ സമയത്ത് ഫാക്ടറികൾ തുറന്ന് പ്രവർത്തിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് നടന്ന ഐതിഹാസികമായ ഒരു സമരമുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ഗത്യന്തരമില്ലാതെ INTUCക്കും ആ സമരത്തിൽ ഇറങ്ങേണ്ടി വന്നു. ഏറ്റവും ഒടുവിൽ ആ സമരം വിജയിച്ചപ്പോൾ INTUC പന്തലിൽ പോയി അവിടെ നാരങ്ങാ നീര് കൊടുത്തുകൊണ്ട് ആ സമര പോരാളികൾക്ക് ഊർജം പകർന്നൊരു നേതാവ് കൂടിയായിരുന്നു സഖാവ് VS. ഓർക്കുന്നില്ലേ? ആ സമരം മാത്രമല്ല, മറ്റേ തെന്മല ഡാമിലെ സമരം, നമ്മുടെ പ്രദേശത്ത് കിഴക്കൻ മേഖലയിലാണെങ്കിൽ എത്രയോ സമരങ്ങൾക്ക് അത് പോലീസിൻ്റെ മർദ്ദനത്തിനെതിരായിട്ടുള്ള നമ്മുടെ പ്രതിഷേധ സമരങ്ങൾ, അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ ഭൂമി UDFൻ്റെ MLA പിടിച്ചെടുത്തതിനെതിരായിട്ട് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ള പോരാട്ടം എന്നുവേണ്ട എല്ലാ തലങ്ങളിലും മനുഷ്യൻ്റെ എല്ലാ ഉയർത്തലിനും വേണ്ടി പടപെടുത്തിയിട്ടുള്ള ഏറ്റവും ധീരനായിട്ടുള്ള വിപ്ലവ സൂര്യൻ എന്നുള്ള പൂർണ്ണ അർത്ഥത്തിൽ നമുക്ക് കാലവും ഓർമ്മിക്കാൻ കഴിയുന്നുണ്ട്. അതുകൂടെ പറയാം. 970 കേരളത്തിൽ ശക്തിപ്പെട്ട് വന്ന മിച്ചഭൂമി സമരവുമായി ബന്ധപ്പെട്ട് 10,000-കണക്കിന് പാവപ്പെട്ടവർക്ക് ഭൂമി കിട്ടുന്നതിന് വേണ്ടി ചിതറയിൽ, ചക്കമലയിലും, ആയിരനെല്ലൂരും, വേങ്ങൂരും അതിശക്തിമത്തായ സമരത്തിന് നേതൃത്വം നൽകിയയാളാണ് സഖാവ് VS. പുന്നപ്ര വയലാർ സമരസേനാനി എന്ന നിലയ്ക്ക് ചിതറ, ചക്കമലയിൽ 1970 സഖാവ് VSന് 2 ഏക്കർ ഭൂമി അച്യുതമേനോൻ ഗവൺമെൻറ് പതിച്ചു നൽകിയിരുന്നു. പുന്നപ്ര വയലാർ സമരത്തെ ഞാൻ പങ്കെടുത്തതിൻ്റെ പാരിതോഷികമായി ഈ ഭൂമി വാങ്ങുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് VS ആ ഭൂമി ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. കൊല്ലം ജില്ലയിൽ ഭൂമിക്ക് വേണ്ടി നടത്തിയ ഉജ്ജ്വലമായ നിരവധി പോരാട്ടത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള ചരിത്രം VSനെ സംബന്ധിച്ചിടത്തോളം വലിയ സ്മരണയായി കൊല്ലം ജില്ലയിൽ നിലനിൽക്കുകയാണ്. സ്മരണകൾ, അതായത് സമരത്തിൻ്റെ സ്മരണകൾ ഇരമ്പുന്ന പരമ്പരാഗത തൊഴിലാളികളുടെ ഈറ്റില്ലം കൂടിയായ കൊല്ലം ജില്ലയിൽ ഇപ്പോൾ നമുക്ക് കാണാം. ഈ പാരിപ്പള്ളിയിലെ ദേശീയപാതയിൽ ഇവിടെ വികസനം നടക്കുന്നുണ്ട്. അവിടെ VSൻ്റെ ഒരു വലിയ ചിത്രം തന്നെ ആ ദേശീയപാതയുടെ അതിൻ്റെ മുകളിലേക്ക് പതിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാം ജനം കാണണം. ജനനേതാവിനെ വരവേൽക്കാൻ വേണ്ടി അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടിയാണ് ഇവിടെ മുഴുവനും ആളുകൾ കൂടിയിരിക്കുന്നത്. ആ സമരത്തിൻ്റെ വീര്യം നമുക്ക് അദ്ദേഹം എല്ലാവർക്കും പകർന്നു നൽകിയ ഒരു വീര്യമുണ്ട്. ആ വീര്യം എന്ന് പറയുന്നത്
ചെറുതയല്ല. അതാണ് ഇപ്പൊ ഈ കാണുന്ന ചുരുട്ടിയുള്ള ഈ മുദ്രാവാക്യ വിളി പോലും നമുക്ക് അതിൽ നിന്ന് പെട്ടെന്ന് അവരത് കേട്ട ഉടൻ ഇവിടെ നേതാക്കന്മാരത് പറഞ്ഞതും അവരുടെ ഉള്ളിലേക്കുള്ള VS-ന്റെ ഒരു പ്രവാഹമുണ്ട്. ആ പ്രവാഹത്തിന് അതൊരു അന്ത്യാഞ്ജലി അർപ്പിക്കൽ കൂടിയാണ്, ആദരം അർപ്പിക്കൽ കൂടിയാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഓരോരുത്തരുടെയും മുദ്രാവാക്യം വിളി. അത് ഇവിടുത്തെ സാധാരണക്കാരുടെ, പട്ടിണിപ്പാവങ്ങളുടെ, തൊഴിലാളികളുടെ, എല്ലാ മേഖലയിലെ സമസ്തരായ ഇടത്തര കുടുംബങ്ങളുടെ എന്ന് വേണ്ട രാജ്കുമാർ